തമിഴ്നാട് ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ 5 പോലീസുകാർ റിമാൻഡിൽ. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കസ്റ്റഡി മരണങ്ങളിലും മർദ്ദനങ്ങളിലും കർശന നടപടിയുണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വ്യക്തമാക്കി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. വലിയ ആരോപണമായിരുന്നു സർക്കാരിനെതിരെ കസ്റ്റഡി മരണങ്ങളിൽ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം കൂടുന്നു എന്നത്. ഇത് ഏത് രീതിയിൽ സർക്കാർ പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴൊരു ഉത്തരമായിരിക്കുന്നു. ഈ ഒരു പ്രതിരോധം കൊണ്ട് ആരോപണങ്ങളുടെ മുന്നിയൊടിക്കാനാവുമോ? മോർണിംഗ് ക്രിസ്റ്റീന, എന്തായാലും നിലവിലെ നടപടി കൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും ഒരു പ്രതിരോധം തീർക്കാൻ സർക്കാരിന് കഴിയും. പക്ഷേ അത് അത്ര പെട്ടെന്ന് ഈ വിഷയം ഒതുങ്ങി തീരില്ല. കാരണം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മരിച്ച അജിത് കുമാറിൻ്റേത് അതിൽ 30ഓളം മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ളത്. അതിൽ 17 സാരമായ ആഴമേറിയ മുറിവുകളുണ്ട് എന്നുകൂടിയുള്ള കണ്ടെത്തലുണ്ട്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വരാനുണ്ട്. അപ്പോൾ അത് കൂടുതൽ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഈ കുടുംബം ആരോപിച്ചത് ഏറെക്കുറെ സത്യമായി തന്നെ വരികയായിരുന്നു. വാനിൽ ഇത്തരത്തിൽ തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഇദ്ദേഹത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാതെ മറിച്ച് വാനിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അത് ഏതാണ്ടൊക്കെ ശരിയായി വരുന്ന തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊക്കെയും. അപ്പോൾ അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ യുവാവിന് ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനും മർദ്ദനം ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നീണ്ട ക്രൂരമായ മർദ്ദനത്തിനൊടുവിലാണ് ഇയാൾ മരിച്ചിട്ടുള്ളത് എന്ന് ഏതാണ്ട് ഉറപ്പായി വരികയാണ്. മാത്രമല്ല, ഇന്നലെ വിഷയത്തിൽ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും നിർണായകമായൊരു നീക്കമുണ്ടായി. അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു. അതിനുശേഷം കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ കസ്റ്റഡി മരണം, ഒപ്പം തന്നെ കസ്റ്റഡിയിൽ പ്രതികൾക്കുണ്ടാകുന്ന പരിക്കുകൾ, ഇതൊക്കെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് 300-ലധികം പ്രതികൾക്കാണ് കസ്റ്റഡിയിൽ വെച്ച് പരിക്കേറ്റിട്ടുള്ളത്. ബാത്റൂമിൽ തെന്നി വീണു, ഈ ലോക്കപ്പിൽ തെന്നി വീണു എന്നുള്ള ഒരു എഴുതി വെച്ച ന്യായമാണ് ഇതിൽ പലപ്പോഴും പോലീസ് പറയാറുള്ളത്. അത് കോടതിയുമൊക്കെ വലിയ തോതിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടായാൽ, പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും 1.5 മണിക്കൂർ നീണ്ട ക്രൂരപീഡനത്തിന് ശേഷമാണ് ശിവഗംഗയിൽ ഇദ്ദേഹം മരിച്ചതെന്നാണ് റിപ്പോർട്ട്. എം.കെ. സ്റ്റാലിന്റെ മറുപടിയും വന്നിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചേർന്നത്.